സന്തോഷേട്ടാ നമസ്കാരം. നമസ്കാരം നമസ്കാരം. എന്താ പരിപാടി? വീട്ടിലാണ്. വീട്ടിലാ. ഈ ഒരു ചെരുപ്പ് മേടിച്ചെന്ന് അറിഞ്ഞല്ലോ. അച്ഛനും അമ്മയ്ക്കും. അച്ഛനും അമ്മക്കും അത് മേടിക്കാനായിട്ട് വന്നാ ഞങ്ങള്. ഇത് കണ്ടോ, കാലൊന്ന് കാണിച്ച്. ഇതാണ് ചെരുപ്പ്. ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇതിപ്പം അമ്മയ്ക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ തണുപ്പ് വന്നു കഴിഞ്ഞാലേ, തണുപ്പത്ത് ഇറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഈ വാദം ഷുഗർ ഒക്കെ ഉള്ളവർക്ക് അല്ലേ, ടൈൽസിലൊക്കെ നിൽക്കാനോ അല്ലാതെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും ചെരുപ്പ് ഇത് ഇങ്ങനെയൊക്കെ മാറുമെന്ന്? ഇത് ഉണ്ടാക്കുന്ന കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ ഗുണം എന്താണ്. നമുക്കൊന്ന് കണ്ടാലോ? എന്നാ അവിടെ പോയി കാണാം, നേരിട്ട് പോയി കാണാം. ഇത് എവിടാ? ഇതിപ്പോ കൊല്ലത്താണ്. നമ്മൾ ആ ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ്. നമുക്ക് ആദ്യം സാറിനെ കാണാം, അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നേ കാണാം. സാറേ നമസ്കാരം. നമ്മുടെ ചെരുപ്പിന്റെ പേരെന്തുവായിരുന്നു? ആയുർപാദക. മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഡയൽ കേരളയിൽ വരുന്നത്. ഏകദേശം 10,000 ആൾക്കാർക്ക് റിസൾട്ട് ആണ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്ത് ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അച്ഛനും അമ്മയും ഉപയോഗിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. നമുക്ക് അതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ഇത് കണ്ടോ, ഇഷ്ടം പോലെ വർക്കാ ചെയ്യുന്നത്. ഈ ഹാൻഡ് വർക്കായിട്ടും ചെയ്യുന്നുണ്ടല്ലോ സാറേ? കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. ഇത് വലിയ മാനുവൽ ലേബർ വേണ്ടി വരുന്ന ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ ഓരോ പേരെടുത്ത് കണ്ടോ ഒട്ടിച്ച് ഇത് വരണം. അത് എന്നിട്ട് ടൈം എടുത്ത് ഉണങ്ങാനുള്ള ടൈം എടുക്കും. ഇത് ഒരു ചെരുപ്പ് ഒരു ബാച്ച് അത് റെഡിയായി വരണമെങ്കിൽ മിനിമം 1 മാസം എടുക്കും. 1 മാസത്തെ പരിപാടിയാ. പിന്നെ എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഷീൻ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കും. അല്ല, ഇത് ഹാൻഡ് മെയ്ഡ് ആണ് സംഭവം. ബേസിക് ആയിട്ട് തുടങ്ങുന്നെങ്കിലും മെഷീൻ വെച്ച് ചെയ്യേണ്ട ചില പ്രോസസ് ഉണ്ട്. അതായത് ഉദാഹരണത്തിനായിട്ട് നമ്മളിപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് അതിൻ്റെ ഇപ്പം തേച്ചെടുത്തിരിക്കുന്ന ഭാഗവുമായിട്ട് ചേർത്തൊട്ടിച്ച് നിലനിൽക്കണമെങ്കിൽ ഈ പ്രസ്സിംഗ് മെഷീനിലേക്ക് കൊടുക്കണം. ഇതിലേക്ക് ഇടണം. അപ്പം അതിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ശക്തമായ പ്രഷറിലാണ് ഈ അഡ്ഹസീവ് ഇതിൻ്റെ പശ ഇത് പിടിച്ചിരിക്കുന്നത്. എത്ര ശ്രമിച്ചാലും ഇളകി വരില്ല. ഉറപ്പായിട്ട് പറയാം, കസ്റ്റമർക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ ഇത് ഇളകി വരില്ല. കാരണം അതങ്ങനെ മെഷീൻ പ്രസ്സിംഗ് ചെയ്യുന്നതുകൊണ്ടാണ്, അതാണ് ചെയ്യുന്നത്. കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത്, നമ്മൾ ഇപ്പം 3ാമത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ 3ാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേന് വെറൈറ്റികൾ കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ വെറൈറ്റി പുതുതായിട്ട് വന്നിട്ടുണ്ട്. കാരണം കാലത്തിനനുസരിച്ച് പുതിയ തലമുറ എന്താണ് ആവശ്യപ്പെടുന്നത് അതിലേക്ക് നമ്മുടെ ചെരുപ്പ് മാറുന്നുണ്ട്. അല്ല, അത് സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ഈ കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പുതിയ തലമുറയുടെ ഒരു ഈസ്തെറ്റിക് സെൻസ് അനുസരിച്ച് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം, കൃത്യമൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒരു ടീം. അപ്പോൾ അവർ ആ കൃത്യം നമ്മുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് ആ ഫീഡ്ബാക്കിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. നേരത്തെ സന്തോഷം വന്ന് കാണുമ്പോഴേ ഇതുപോലെ ഈ ആയുർവേദ പിന്നെ ഔഷധ ഗുണമുള്ള തുണി കൊണ്ട് നമ്മൾ ഇത് മൂടിയിട്ടില്ലായിരുന്നു. കണ്ടോ, ഇത് നമുക്ക് നേരിട്ട് കാണാം, കണ്ടിട്ട് കാണാം. 3ാമത്തെ വീഡിയോ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതൊക്കെ മില്യനുകൾ അടിച്ച വീഡിയോ ആണ്. കണ്ടിട്ട് ആൾക്കാർ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത ആൾക്കാരോട് പറയുകയും അത് കൂടാതെ തന്നെ അവർ 1ഉം 2ഉം പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. നമ്മുടെ ചെരുപ്പുകൾ കൂടുതൽ പോയിട്ടുള്ളത് ഉപയോഗിച്ചവർ പറഞ്ഞറിഞ്ഞ് ആണ് ഈ ചെരുപ്പുകൾ പോകുന്നത്. അപ്പോൾ ഇത് കാരണം വെച്ചാൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ 1 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ, 1 മാസം വേണ്ട, അതിന് മുമ്പ് തന്നെ അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങാം. കാലിലൊക്കെ അസ്വസ്ഥത വരുന്നവരല്ലേ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ഉപയോഗിച്ച് കഴിയുമ്പോഴേ അത് അസ്വസ്ഥത മാറുമ്പോൾ അവർക്ക് അറിയാമല്ലോ, അസ്വസ്ഥതയാണ് കുറയുന്നത്, അസുഖമല്ല അസ്വസ്ഥതയാണ്. അത് വലിയ നല്ല വ്യത്യാസമുണ്ട്. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടി അവർക്ക് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി വരുമ്പോഴുള്ള പ്രോബ്ലം, കാലിൻ്റെ സ്പർശനശേഷി കുറയും. അപ്പോൾ ചെരുപ്പ് ഊരിപ്പോയാലും ചിലരറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് കൃത്യമായി പാദത്തിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ വള്ളി കറക്റ്റ് ഇത് ചെയ്തിരുന്നാലേ എങ്ങനെ വന്നാൽ ഈ ചെരുപ്പ് ഊരിപ്പോരത്തില്ല. അപ്പം കസ്റ്റമറിന് എങ്ങനെയാണോ വേണ്ടത് ആ രീതി നമ്മൾ സെറ്റ് ചെയ്ത് കസ്റ്റമർക്ക് വേണ്ട അനുസരിച്ച്. മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പുതിയ തലമുറയുടെ ഒരു ഈസ്തെറ്റിക് സെൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ പുതിയ ചെരുപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇട്ട് വെളിയിലിറങ്ങിയാലും ശരി, വീട്ടിൽ ഉപയോഗിച്ചാലും ശരി, ഇടുമ്പോൾ ഒരു ഭംഗി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഡിസൈൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കാലാനുസൃതമായി കാലത്തിനനുസരിച്ച് നമ്മുടെ പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് കസ്റ്റമർ ഫീഡ്ബാക്ക് വാങ്ങിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷേ നമ്മളൊരു കാര്യം അഷ്വർ ചെയ്യാം, ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും സന്തോഷം കാണുമ്പോൾ അത് അറിയാമല്ലോ. സന്തോഷം. ഇതിന് 3 പോർഷനാണ്. ഇത് ഇൻസോൾ. ഈ ഇൻസോളിലാണ് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം നിൽക്കുന്നത്. മെഡിക്കേറ്റഡ് ആണ് ഈ ഇൻസോള്. ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ തുണി മെഡിക്കേറ്റഡ് ടെക്സ്റ്റാണ്. അത് ആയുർവേദ കൂട്ടിനകത്ത് ഇട്ട് റെഡിയാക്കി ഇത്ര ദിവസമുണ്ട്. അത് റെഡിയാക്കി എടുത്തതിന് ശേഷം വരുന്നതാണ്. അതിനടി വരുന്ന ഈ ഔഷധ കൂട്ടുണ്ടല്ലോ, അത് 4 ലെയർ തേച്ച് പിടിപ്പിച്ചാണ് മരുന്നാണ്. ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇത് ഈ മിഡ്സോളാണ്. മിഡ്സോള് കാലിനൊരു സുഖം കൊടുക്കാനാണ്. നല്ല സ്പോഞ്ച് പോലെ നിൽക്കണം. താഴെ ബോട്ടം സോളാണ്. ഈ ബോട്ടം സോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് തെന്നുന്ന പ്രതലത്തിലും ഈ കസ്റ്റമർ തെന്നി വീടരുത്, അത് പിടിച്ച് നല്ല ഗ്രിപ്പ്. അപ്പോൾ അതനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ചെരുപ്പാകുന്നത്. പക്ഷേ ഓരോ ചെരുപ്പും നിർമ്മിക്കുന്നതിന് സന്തോഷം നോക്കി അറിയാം, ഒരുപാട് മനുഷ്യാധ്വാനം വേണം. ഓരോ ചെരുപ്പും എടുത്ത് പരിശോധിച്ച് റെഡിയായി നിർമ്മിച്ച് അവസാനം നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ
ഇത് നോക്കിയിട്ടേ കസ്റ്റമറിലെത്തൂ. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഇത് ചവിട്ടി കഴിയുമ്പോൾ ശരിക്ക് കറക്റ്റായിട്ട് നമ്മുടെ കാലിലേക്ക് എത്തും. കാലിലേക്ക് എത്തി. അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൃത്യമായി ഔഷധത്തിൻ്റെ ആ പ്രയോജനം ആളുടെ പാദത്തിലെത്തും. ഇപ്പം ന്യൂറോപ്പതി കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ വാദം കൂടുതലായിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു പരിഹാരം തന്നെ. നല്ല പരിഹാരമാണ്. ഇതില്ലാത്തവർ ഇത് ഉപയോഗിച്ചുള്ള ഒരു പ്രയോജനം വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ വരില്ല. ശരി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയുന്നത്. മെയിനായിട്ട് ഈ ടൈൽസ്, ഗ്രാനൈറ്റ്, മാർബിൾ ഇതൊക്കെ ഭയങ്കര വിഷയങ്ങളാണ്. അപ്പം പണ്ട് നമുക്ക് പറയാൻ തളിച്ച തറയിലൊക്കെ അല്ലെങ്കിൽ ചാണകമൊക്കെ ഉള്ളതാണെന്നുള്ളത്. പക്ഷെ ഈ ഒരു സംഭവത്തിലേക്ക് മാറുമ്പം കൃത്യമായിട്ട് നമുക്ക് അടുക്കളയിലായാലും TV കാണുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ല, ഇത് ഏറ്റവും വലിയ പ്രശ്നം വീട്ടിലെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഏറ്റവും കൂടുതൽ നിന്നാണ് പാചകം ചെയ്യുന്നത്. നിന്ന് പാചകം ചെയ്യുമ്പോൾ കാലിൻ്റെ പ്രഷർ മുഴുവൻ ഇവിടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ പ്രഷർ മുഴുവൻ ഈ ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ 50 കിലോയും 100 കിലോയൊക്കെ ഉള്ള ആളുകളുടെ പ്രഷർ ഇവിടെ അല്ലേ വരുന്നത്. ഈ പ്രഷർ വരുന്ന ഭാഗത്ത് ഈ ആയുർവേദ തുണിയെ, അതിൻ്റെ അടിയിൽ ഈ മരുന്ന്, ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം അവരുടെ പാദത്തിലേക്ക് വരും. അവരുടെ പാദത്തിന് ഈ കാലാവസ്ഥ വ്യതിയാനം അവരെ ബാധിക്കില്ല. അതുപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ വെറ്റിഫൈഡ് ടൈൽസിൻ്റെയോ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരില്ല. ഇതൊരു ഒരാഴ്ച ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് വെറുതെ പറയുന്നതല്ല. ഒരു 2-3 വീഡിയോ ചെയ്ത ആൾക്കാരുടെ അഭിപ്രായം തന്നെ നമ്മുടെ ഇതിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അഭിപ്രായം നല്ലതായിട്ടായിട്ട് കൂട്ടുകാരോടും മറ്റാൾക്കാരോടും പറഞ്ഞു വാങ്ങിപ്പിച്ചിട്ടുണ്ട്. സാറേ, ഇപ്പം ഇതേ കൈ കൊണ്ടൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ പോലും മെഷീൻ ഉപയോഗിക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ കൈ കൊണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതൊരു പ്രസ്സിംഗ് മെഷീനാണ്. ഇത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്തിട്ട് ഹൈലി കംപ്രസ്ഡ് മെഷീനാണ്. അത് എയർ കംപ്രഷൻ കൊണ്ട് ഇത് നന്നായിട്ട് ബോണ്ടിങ്. പിന്നെ നമ്മൾ എത്ര പിടിച്ചാലും ഇളകത്തില്ല. എത്ര നമ്മൾ പ്രസ് ചെയ്താലും അല്ലാതെ ഇതുപോലെ ഒട്ടത്തില്ല. ഇത് ഭയങ്കര ഹൈലി ബോണ്ടിങ് ആയി കിട്ടുന്ന ഒരു മെഷീൻ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇളകി പ്രഷർ കൊണ്ടാണ്. കണ്ടോ, ഇനി ഇത് ഇളകത്തില്ല. സന്ദ്രയുടെ മരുന്നിന്റെ മണം ഒരു രക്ഷയില്ല. മരുന്നിന്റെ മണം ഒരു രക്ഷയില്ല. ഞാൻ വീട്ടിൽ വന്നിട്ടേ പ്രതിനോട് ആ ബോക്സ് തുറന്നപ്പോൾ പറഞ്ഞില്ല നല്ല മണമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാമച്ചൻ തൊട്ട് രക്തേന്ദ്രൻ ഉൾപ്പെടെ 9 പരം മരുന്നുകളാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. നമുക്ക് അപ്പുറത്തിന് ബാക്കി കാണാം. കട്ട് ചെയ്ത മരുന്ന് ഇവിടെ പൊടിക്കും. പൊടിച്ചതിന് ശേഷമാണ് ഇവിടെ അരച്ച് റെഡിയാക്കിയതിന് ശേഷം ഇനി അടുത്തത് നമുക്ക് കാണാം. സാറേ, ആ മരുന്നെല്ലാം അരച്ചതിന് ശേഷം ഇങ്ങനെ തേക്കുന്നില്ലയോ? അതെ. ഇത് എത്ര പ്രാവശ്യമാണ് തേക്കുന്നത്? ഇത് നമ്മൾ 4 പ്രാവശ്യം തേക്കും. ഓരോ പ്രാവശ്യവും തേച്ചിട്ട് നിഴലത്തുണക്കി ഉണങ്ങിക്കഴിഞ്ഞെങ്കിലേ അടുത്ത തേക്കാനൊക്കെ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് 30 ദിവസം വേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെ 4 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടി. അപ്പൊ നമുക്ക് അത് കാണാം. ഇത് 9 പരം ആയുർവേദ മരുന്നിന്റെ ഒരു പ്രത്യേക കൂട്ടാണ്. ഈ കൂട്ടിലാണ് 7 ദിവസം നമ്മൾ ഇത് മുക്കി വെച്ചേക്കും. 7 ദിവസം 7 ദിവസം മുക്കി വെക്കും. മുക്കി വെച്ച് ആ മരുന്ന് മുഴുവൻ ഈ തുണിയെ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ചെരുപ്പ് നിർമ്മാണത്തിലേക്ക് എത്തുന്നത്. 1-2 പേരല്ല, അത് ഇത്രയും പേരാണ് കറക്റ്റ് ആയിട്ട്. എന്ന് പറഞ്ഞാൽ വിദേശത്തോട്ടാണ് ഈ പ്രോഡക്റ്റ് കൂടുതൽ പോകുന്നത്. അപ്പൊ അത്ര കറക്റ്റ് ആയിട്ടാണ് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുന്നത്. ഇത് കണ്ടോ സാറേ, ഇത് വെറൈറ്റി കുറെ അന്ന് കണ്ട വീഡിയോ പോലല്ല, കുറെ വെറൈറ്റികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ തലമുറയ്ക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സ്ത്രീകളുടെ ചെരുപ്പ്, പുരുഷന്മാരുടെ കാലിന്റെ പ്രത്യേകത അനുസരിച്ച് പുരുഷന്മാരുടെ ചെരുപ്പ്. കൂടാതെ സാറേ, ഈ ഷൂ ഉള്ളവർക്ക് എന്താ ചെയ്യുന്നത്? ഇൻസോൾ ആണ്. കാരണം ഏത് അളവിലുള്ള ഷൂസിനകത്തോട്ടും ഇൻസോൾ കയറ്റി വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞിട്ട് ഇത് അളവ് മാത്രം പറഞ്ഞാൽ മതി. ആ അളവിനനുസരിച്ച് നമ്മളിത് കൊടുക്കും. അപ്പൊ ഷൂ ഇടുന്നവർക്കും കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറേ, ഇപ്പൊ ഇത് എങ്ങനെ കിട്ടും? ഇത് നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ വളരെ ഈസി ആയിട്ട് ഏത് കസ്റ്റമർക്ക് ഓർഡർ ചെയ്യാം. ആയുർപാതക എന്നടിച്ചാൽ മതി, വെബ്സൈറ്റിൽ അത് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കിട്ടും. കൃത്യമായി, അത് ഇന്ത്യയിലാണെങ്കിലും ശരി വിദേശ രാജ്യങ്ങളിലായാലും ശരി, കൃത്യമായിട്ട് കസ്റ്റമർക്ക് അത് പിന്നെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തി. കൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ വീഡിയോയിലെ നമ്പർ ഉണ്ട്, വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെത്തും. സാർ, ഈ ചെരുപ്പ് ഉപയോഗിക്കുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ചെരുപ്പ് ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട. ചെരുപ്പ് നനയ്ക്കാതിരുന്നാൽ അത്രയേ ഉള്ളൂ. കാരണം കെമിക്കൽ ഒന്നും ഇതിനകത്ത് പോളിഷ് ഒന്നും അടിച്ചിട്ടില്ല, ഒന്നുമില്ല. നനയ്ക്കാതിരുന്നാൽ മാത്രം മതി.